ഹലോ. ഇന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റായിരുന്നു. കാറ്റത്തൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ എടുത്തു തുടങ്ങിയതാ. തുടങ്ങി വന്നപ്പോൾ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ അവസാനം എന്താവുമെന്ന് എനിക്കറിയില്ല. ചുമ്മാ സ്റ്റാർട്ട് ചെയ്താ. കാരണം എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടുത്തെ സമ്മർ സീസണിൽ നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല ചെടികളും ഒക്കെ കാണുമ്പം വീഡിയോ എടുക്കാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണൊരു സമയം കിട്ടിയത്. പിന്നെ ആ സൈഡിലൊക്കെ പൂക്കളാണ് ഫുള്ള്. കണ്ട റോസാപ്പൂവാണ്, ചുവപ്പ് പല പല കളറിലുള്ള റോസ് കളറിലെയും. ഇതിപ്പോൾ വൈറ്റ് കളറിലെ ഒരു തോട്ടമാണ് കണ്ടത്. അത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആളുകൾ വെച്ച് പിടിപ്പിക്കുന്നതാണ്. പിന്നെ സിറ്റി എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, ജസ്റ്റ് ബിൽഡിങ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കും. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെ. ആളുകൾ ഫുഡ് കഴിക്കാൻ പോകുന്നു, ജോബിന് പോകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. ആളുകളൊക്കെ എല്ലാം പോവും. സെയിം റോഡ് തന്നെയാണിത്. പകൽ കണ്ട ആ ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും രാത്രിയാകുമ്പോൾ ഉണ്ടാകാറില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓൾമോസ്റ്റ് ഒരു 12 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കും. പിന്നെന്താ, പബ്സൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടൈം ഉണ്ടാവുമായിരിക്കും. ഇതൊക്കെ കണ്ട സ്റ്റിൽ ആൾക്കാരവിടെ ഉണ്ട്. പിന്നെ പല സമയങ്ങളിലും ഇവിടെ പാർട്ടിയൊക്കെ ഉണ്ടാകാറുണ്ട്. വീക്കെൻഡ്സൊക്കെയാണ് കൂടുതലും ആൾക്കാരിവിടെ ഉണ്ടാകാറ്. ഇതൊക്കെ ദേ ഓപ്പണായി കിടക്കുക. പിന്നെ ഈ കൂന കൂട്ടിയിട്ടേക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു അവിടുത്തെ വേസ്റ്റൊക്കെ ആയിരിക്കും, റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ. അങ്ങനെ പോയി നടന്നു പോകുമ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല നല്ല കാറുകൾ, നല്ല നല്ല ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പാർട്ടികളൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നതാ. ഇവിടെ ഫുള്ള് നമ്മുടെ നാട് പോലൊന്നുമല്ല. ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റാണ് അവർക്ക് പ്രധാനം. അവർ കുറച്ച് ദിവസം വർക്ക് ചെയ്യും, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അടിച്ചുപൊളിയാണ്. അങ്ങനെയൊക്കെ ആഘോഷിച്ച് നടക്കുന്നൊരു കൂട്ടരാണ് ഇംഗ്ലീഷ് ആളുകൾ. പിന്നെ അവർ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. ഫുഡ് കഴിക്കാനും ഇങ്ങനെ പാർട്ടി ഒക്കെ കൂടാനൊക്കെ നല്ലതായിട്ട് പൈസ അവർ സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ യാത്രയാണ് പ്രധാനം ഇവിടെ. എല്ലാവരും പല പല ഈ ഒരു ഇപ്പോൾ UK നിന്ന് പല പല കൺട്രിയിലോട്ട് അവർ യാത്ര ചെയ്യാറുണ്ട് സമ്മർ ടൈമിലൊക്കെ. സമ്മറിലിവിടെ പൊതുവേ തിരക്ക് കുറവാണ്. ഇവിടുന്ന് പല കൺട്രിയിലേക്കും നമുക്ക് വിസയുടെ ഒന്നും ആവശ്യമില്ലാണ്ട് പോകാൻ പറ്റും. അതിന് ചെറിയ എമൗണ്ടൊക്കെ പൈസയൊക്കെ ആവത്തുള്ളൂ. പക്ഷെ നമുക്ക് എല്ലാത്തിനും സമയം വേണം. ഇവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്കൊന്നിനും സമയം തികയാറില്ല. നമ്മുടെ നാട് പോലെ ഉള്ളൊരു അവസ്ഥയല്ല ഇവിടുത്തെ. ഇവിടെ നമ്മൾ നല്ല കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നല്ല ക്ഷീണമായിരിക്കും. നമുക്കപ്പം എവിടെയും പോകാനൊന്നും തോന്നത്തില്ല. ഒരു ദിവസം റെസ്റ്റ് ഉള്ളത് അന്ന് കിടന്ന് ഉറക്കം. ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ കിടന്ന് ഉറങ്ങാൻ എന്തോ കുറച്ച് ലേറ്റാവും എണീക്കാനൊക്കെ. ഒരു കാലാവസ്ഥയുടെ പ്രശ്നമാണ്. അങ്ങനെ ട്രെയിനൊക്കെ കാത്ത് നിൽക്കുകയാണ്. ട്രെയിൻ വരുന്നുണ്ട്. ഇത് സെൻട്രൽ ലൈനാണ്, അണ്ടർഗ്രൗണ്ടിലാണ്. അങ്ങനെ ട്രെയിനിൽ സീറ്റുണ്ടോ എന്നൊക്കെ കാത്തിങ്ങനെ നിൽക്കുവാണ്. അധികം തിരക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. തിരക്കില്ല, സീറ്റൊക്കെ കിട്ടും. അങ്ങനെ ഇറങ്ങി അങ്ങ് വീട്ടിൽ പോവും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.